അയ്യപ്പനെ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ വില കുറച്ച് കാണും, നമുക്ക് അദ്ദേഹത്തിന് വിരോധമൊന്നുമില്ല. പക്ഷെ അദ്ദേഹവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഞാൻ പറഞ്ഞു ഈ അയ്യപ്പ സംഗമം എന്നുള്ളതിനോട് വിരോധമല്ല. അയ്യപ്പ സംഗമം വേണമെങ്കിൽ എന്റെ എറണാകുളത്ത് വെച്ച് ചെയ്യാം, ഈ പർപ്പസ് ആണെങ്കിൽ, ഈ ആൾക്കാരെ കൂട്ടായി സാമ്പത്തിക സ്വരൂപങ്ങളൊക്കെ ആണെങ്കിൽ അത് പമ്പ വെച്ച് വേണമെന്നൊന്നുമില്ല. ഇത് അവർക്ക് അവിടെ ഈ പിന്നെ അയ്യപ്പന്റെ അവിടെ ഇത്ര എക്സ്പെൻസീവ് അല്ലേ അത്. ഇത് എറണാകുളത്തൊക്കെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെയ്തുകൂടെ. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു സങ്കല്പം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യർ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസികൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടത്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സത്യമാണ്. അപ്പൊ അതിനെ തള്ളി പറയാൻ പാടില്ല ഒരിക്കലും. അതിപ്പോ ഏത് തന്ത്രി പറഞ്ഞാലും മന്ത്രി പറഞ്ഞാലും, നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുന്ന അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് അവരൊന്നും ഒരിക്കലും അത് പറയാനും പാടില്ല. എന്തുകൊണ്ടാണ് ഈ അവിടുത്തെ സംഗമത്തിൽ ആള് കുറവ് എന്നുള്ള വാർത്തകളൊക്കെ വന്നു? ഇവിടെ ഇപ്പൊ പുറത്തു തന്നെ നിൽക്കുകയാണ് ആളുകൾ, ഉള്ളിൽ കയറാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ കരുതുന്നത്? മനസ്സിലാവുന്നില്ല. വിശ്വാസികൾക്ക് വിശ്വാസം ഉറപ്പിക്കല്ലേ ചെയ്തത്. അവർക്കൊരു വേദനിക്കുന്നു ഇങ്ങനൊക്കെ കാണിക്കുമ്പോ. അല്ല, ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോഴേ ഈ അയ്യപ്പന് ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു വിവാദം കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞല്ല, അവർ തള്ളി പറഞ്ഞല്ല. അതല്ല വേണ്ടത്, ഭക്തിയാണ് വേണ്ടത്. വെറുതെ ഭക്തി ഷോ കാണിക്കാനുള്ളതല്ല, മനസ്സിലുള്ളതല്ലേ.